സോ വീഡിയോ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഗോൾഡ് റോജർ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റോറിയിൽ എന്തായിരിക്കും നടത്തിയിട്ടുണ്ടാകുക അതൊന്ന് നോക്കിയാലോ. നമുക്കറിയാം, നമ്മുടെ റോജറിൻ്റെ മരണശേഷമാണ് നമ്മുടെ വൺ പീസിൽ ഗ്രേറ്റ് പാരറ്റ് ഇറ സ്റ്റാർട്ട് ആവുന്നത് തന്നെ. റോജറിൻ്റെ അടുത്ത് നമ്മുടെ വൺ പീസ് വേൾഡിൽ വളരെ മേജർ ആയിട്ടുള്ള ഒരു റോൾ വഹിച്ചിട്ടുണ്ട്. സോ ഇത് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്താണ് നടന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ 30 days ചലഞ്ചിൻ്റെ 16th ഡേ ആണ് ഇന്ന്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് 10K അടിക്കണമെങ്കിൽ ഇത്രയും കൂടി വേണം. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. സോ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാൻ അധികം പറഞ്ഞുറപ്പിക്കുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. സോ ഇത് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ റോജർ പൈററ്റ്സ് നമ്മുടെ വൺ പീസ് ട്രഷർ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ വൺ പീസ് കണ്ടുപിടിക്കുന്നത് ആരാണെന്ന് റോജറിനും ക്രൂവിനും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ഇപ്പോൾ നമ്മുടെ വൺ പീസ് വേൾഡിലുള്ളത് പോലെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ റോജർ ജീവനോടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബഗ്ഗിയും അതുപോലെ തന്നെ നമ്മുടെ ഷാങ്സും വേർപിരിയാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഷാങ്സ് ഒരു പക്ഷേ ഇത്ര സ്ട്രോങ് ആവണമെന്നില്ല. പിന്നെ നമ്മുടെ എയ്സ് നമ്മുടെ വൈറ്റ് ബീഡിന് പകരം നമ്മുടെ റോജറിൻ്റെ കൂടെ തന്നെയായിരിക്കും വളർന്നിട്ടുണ്ടാവുക. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ എയ്സും നമ്മുടെ ലൂഫിയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാനും ചാൻസ് ഇല്ല. കണ്ടുമുട്ടിയാൽ തന്നെ അവർ തമ്മിൽ വലിയൊരു റൈവലറി തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഒരു പക്ഷേ ഈ ഒരു ടൈം ലൈനിൽ നമ്മൾ ലൂഫി ഒരു മെറീൻ ആവാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്സിനെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ ലൂഫി പാരറ്റ് ആവാൻ തന്നെ തീരുമാനിക്കുന്നത്. സോ നമ്മുടെ ഷാങ്സും ലൂഫിയും തമ്മിൽ ഒരിക്കലും മീറ്റ് ചെയ്യാനും ചാൻസ് ഇല്ല നമ്മുടെ റോജർ ജീവനോടെ ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗാർപ്പിനെ കണ്ട് നമ്മുടെ ലൂഫി ഒരു മെറീൻ ആവാൻ തന്നെ ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു സംഭവം നമ്മുടെ വൺ വേ സ്റ്റോറിയിൽ വലിയ രീതിക്കുള്ള മാറ്റം തന്നെ കൊണ്ടുവരും. നമ്മുടെ ഹിറ്റോ നോമി ആരാ കഴിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഡൗട്ട് വെച്ച് ഏസ് ആയിരിക്കും അത് കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ ഡെവിൾ ഫ്രൂട്ട് ആരാ കഴിക്കേണ്ടതെന്ന് ആ ഡെവിൾ ഫ്രൂട്ട് എന്ന് ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് കൃത്യമായിട്ട് പറയാനും പറ്റില്ല. സോ ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മറ്റൊരു സമയത്ത് ബൈ ബൈ.